ഞാൻ ഇന്ന് എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോകുന്ന മുന്നേ തന്നെ ഞാനിവിടെ മാരുതീൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വരാറുണ്ട്. എനിക്ക് കാറിൻ്റെ ലൈസൻസ് ഇല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. 2 വീലറിൽ ലൈസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഗണാറിലാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ 8 to 9 ആണ് എൻ്റെ ഡ്രൈവിംഗ് സെഷൻ. അപ്പോൾ അങ്ങനെ എച്ചും റോഡും ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ഇനി ഓഫീസിലേക്ക് പോവാം കേട്ടോ. ഓഫീസ് എൻ്റെ ആ ഡ്രൈവിംഗ് സ്കൂളിൽ തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ്സിൻ്റെ റൈഡേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 വീലറിലാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ അതേ ഓഫീസിൽ ഞാനും സ്വീപ്പർ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഫുള്ളി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരിക്കുന്ന ഫ്ലോറിൽ എസ്റ്റിമേഷനും ഓപ്പറേഷൻസും പിന്നെ MD GM ഒക്കെ ഇരിക്കുന്ന ഒരു ഫ്ലോറാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫ്ലോറിൽ സെയിൽസിലെ ആൾക്കാർ, ആർക്കിടെക്ട്സ് പിന്നെ ഡിസൈനേഴ്സൊക്കെ ഇരിക്കുന്ന ഒരു ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലോറിൽ കണ്ടില്ല, ആരും എത്തിയിട്ടില്ല. എല്ലാവരും 9:30 ഒക്കെ കഴിയിട്ട് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ 9:30 to 10 ആട്ടോ. 9:30 ആണ് എൻ്റെ വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഷോറൂമും ഉണ്ട്. ഷോറൂമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യത്തെ ഷോറൂമിൽ ഒരു 1 hour എന്തായാലും എനിക്ക് ഇരിക്കണം. കാരണം ഷോറൂമിലത്തെ ആൾ വരാൻ കുറച്ച് ടൈം എടുക്കും. അവരുടെ ടൈമൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഷോറൂമിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സാധനങ്ങളെ കുറച്ച് മെസ്ഡപ്പായിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ വെക്കും. കാരണം അത് രാവിലെ എന്തെങ്കിലും ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അയാൾക്കൊരു മോശം ഇമ്പ്രഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം ഒന്ന് എൻ്റെ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചി വന്നിട്ട് ഇവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് ഒക്കെ ചേച്ചി റെഡിയാക്കിക്കോളും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ CRM ആയിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് വർക്ക്സും കൂടി തന്നിട്ടുണ്ട്. അതായത് കുറച്ച് നേരത്തേക്ക് ഷോറൂം ഹാൻഡ്ലിങ്, അതായത് വാക്കിൻസ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫുൾ വാക്കിനൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് അവർക്ക് അവരുടെ അടുത്ത് നിന്ന് റിക്വയർമെൻറ്റ്സ് ഒക്കെ മേടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് HR പണിയുണ്ട്. ഞങ്ങളുടെ മെയിൻ HR ഹെഡ് വരുന്നത് തൃശ്ശൂരിൽ, ഞങ്ങളുടെ ഹെഡ് ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആവശ്യമുള്ള HR കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടുത്തെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് അറ്റൻഡൻസ് മാർക്കിംഗ്, പിന്നെ മന്ത് ഉണ്ടാവുമ്പോൾ അറ്റൻഡൻസ് റെഗുലറൈസേഷൻ, ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കുട്ടി അഡ്മിനിസ്ട്രേഷൻ വർക്ക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ജോബ് തന്നെ ചെയ്ത് ബോറടിക്കലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറെ എക്സ്ട്രാ വർക്ക്സൊക്കെ തന്ന് അങ്ങനെ നമ്മളൊന്ന് കുറച്ച് റിലാക്സ്ഡൊക്കെ ആയിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഓഫീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഓഫീസുകൾ പോലെയല്ല. MD ഒക്കെ ഭയങ്കര ഓപ്പണാണ്. ലൈക്ക് നമ്മളിവിടെ ലേഡീസിനൊക്കെ ഭയങ്കര ഫ്രീഡമാണ്. അതായത് നമ്മൾ ജോബിലൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമ്മളുടെ എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MD ആട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. സാധാരണ ഓഫീസിലൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഹൈലി ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് ഈ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് MD ആയിക്കോട്ടെ GM ആയിക്കോട്ടെ എനിക്ക് ഒത്തിരി സ്പേസൊക്കെ തരാറുണ്ട് അവർ. അപ്പോൾ ആ രീതിയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്.